നമസ്കാരം. ലോകം ഒരു വലിയ യുദ്ധത്തിന്റെ മുനയിലാണ്. 37 വർഷത്തെ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ടിരിക്കുന്നു. 1989 ഇറാന്റെ പരമോന്നത നേതാവായി ആയത്തുള്ള അലി ഖമേനി അധികാരമേറ്റെടുത്ത ശേഷം ഇന്നുവരെ ഒരു തവണ പോലും മുടങ്ങാത്ത ആ ചടങ്ങ് കൊറോണ കാലത്ത് ലോകം മുഴുവൻ അടച്ചുപൂട്ടിയപ്പോൾ പോലും ഖമേനി വിട്ടുനിൽക്കാത്ത ആ വേദി. അതെ, ഇറാന്റെ വായുസേനാ കമാൻഡർമാരുടെ വാർഷിക യോഗം. ഇത്തവണ അവിടെ ഖമേനി ഇല്ലായിരുന്നു. എന്താണ് ഇറാനിൽ സംഭവിക്കുന്നത്? പേർഷ്യൻ ഗൾഫിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ തമ്പടിക്കുമ്പോൾ ഇറാൻ ഒരു വൻ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണോ? അതോ ശത്രുക്കളുടെ നീക്കം ഭയന്ന ഖമേനി ഒരു രഹസ്യ ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയോ? 1979 ഫെബ്രുവരി 8 ഇറാന്റെ വ്യോമസേന വിപ്ലവ നേതാവിനോട് കൂറ് പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഈ സംഗമം ഇറാന്റെ സൈനിക ശക്തിയുടെ അടയാളമാണ്. അവിടെ തന്റെ അസാന്നിധ്യം കൊണ്ട് ഖമേനി നൽകുന്ന സൂചന എന്താണ്? ഇതൊരു നിശബ്ദതയല്ല, കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ? അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത്? ലോകത്ത് ഞെട്ടിക്കുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. ഇത്തവണ ഖമേനിയുടെ കസേരയിലിരുന്ന് സായുധ സേന ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുറഹീം മൂസാവിയാണ്. 37 വർഷമായി ഖമേനി നേരിട്ട് നിയന്ത്രിച്ചിരുന്ന ഈ യോഗത്തിൽ നിന്ന് അദ്ദേഹം മാറി നിന്നത് വെറും ഒരു യാദൃശ്ചികതയല്ല. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനെതിരെ കടുത്ത നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇറാനിലുള്ള അമേരിക്കൻ പൗരന്മാർ ഉടൻ രാജ്യം വിടണമെന്ന ട്രംപിന്റെ അന്ത്യശാസനം വെറും ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ വ്യോമാക്രമണത്തിന്റെ കാഹളമാണോ എന്നാണ് ലോകം ഭയപ്പെടുന്നത്. അമേരിക്കയുടെ സൈനിക സന്നാഹം ഗൾഫ് മേഖലയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമാണ്. ഒരു നിമിഷം പാളിയാൽ ഒരുപക്ഷെ ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ ലക്ഷ്യമിട്ടേക്കപ്പെടാം എന്ന കൃത്യമായ രഹസ്യാന്വേഷണ റിപ്പോർട്ടാണ് ഖമേനിയെ ഈ പിന്മാറ്റത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ശത്രുവിന്റെ റഡാറുകൾക്ക് പോലും കണ്ടെത്തുവാനാകാത്ത അതീവ സുരക്ഷിതമായ ഒരു ഭൂഗർഭ ബങ്കറിലേക്ക് ഖമേനി മാറിയതായാണ് സൂചന. 1979 രാജ്യം പടുത്തുയർത്തുവാൻ കൂടുന്ന വായുസേനയുടെ ഈ പ്രധാന ദിനത്തിൽ അദ്ദേഹം എത്താതിരുന്നത് ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ മുൻകരുതലായി കണക്കാക്കാം. ഇതൊരു വാക്പോരല്ല, മധ്യേഷ്യ ചുട്ടുചാമ്പലാക്കുവാൻ ശേഷിയുള്ള ഒരു വലിയ സ്ഫോടനത്തിന്റെ തുടക്കമാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ പിഴവുണ്ടായാൽ പോലും മിഡിൽ ഈസ്റ്റ് ആകെ കത്തിയിരിയുമെന്നാണ് ഇറാന്റെ അവസാന മുന്നറിയിപ്പ്. ഗൾഫ് കടലിടുക്കിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വട്ടമിടുമ്പോൾ ഇറാൻ മറ്റൊരു യുദ്ധമുഖം കൂടി നേരിടുകയാണ്. അവരുടെ സ്വന്തം മണ്ണിലെ ജനകീയ പ്രക്ഷോഭം. നിങ്ങൾ സ്വന്തം ജനതയെ കൂട്ടക്കൊല ചെയ്യുകയാണ് എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ആരോപണം വെറും ഒരു വാക്കല്ല. പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയാൽ ഇറാനിൽ അമേരിക്കൻ സൈന്യം നേരിട്ട് ഇടപെടുമെന്ന കൃത്യമായ ഭീഷണിയാണ് ട്രംപ് മുഴക്കിയിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ മറുപടി ഇതായിരുന്നു: ഞങ്ങളുടെ നേതാവിനെ തൊടുവാൻ ഒരു കൈ നീണ്ടുവന്നാൽ ആ കൈ വെട്ടിമാറ്റുക മാത്രമല്ല, നിങ്ങളുടെ ലോകം തന്നെ ഞങ്ങൾ തീയിടും. അതെ, ഒരു വശത്ത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ USA, മറുവശത്ത് വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലാത്ത ഇറാൻ. ഖമേനിയുടെ അസാന്നിധ്യം ഇറാന്റെ പിന്മാറ്റമാണോ അതോ ലോകം കാണാനിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാക്രമണത്തിന്റെ തന്ത്രമാണോ എന്നാണ് ചോദ്യമുയർന്നത്. ഈ അപൂർവമായ അസാന്നിധ്യം കേവലം ഒരു വിട്ടുനിൽക്കലല്ല, മറിച്ച് അമേരിക്കയുടെ പ്രകോപനപരമായ നീക്കങ്ങൾക്കെതിരെ ആയത്തുള്ള ഖമേനി നടത്തുന്ന അതിശക്തമായ തന്ത്രപരമായ ജാഗ്രതയുടെ ഭാഗമാണ്. ഇറാനെതിരെ സൈനിക നടപടിക്ക് കോപ്പുകൂട്ടുന്ന വാഷിംഗ്ടണിന്റെ കണക്കുകൂട്ടലുകളെ തകിടം മറിക്കുന്ന ഒരു നീക്കമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഖമേനിയുടെ ഈ നീക്കം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇറാന്റെ കരുത്താണ് പ്രകടമാക്കുന്നത്. ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് തന്റെ സാന്നിധ്യത്തെക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വ്യവസ്ഥാപിതമായ ഭരണക്രമത്തിനുമാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത്. തന്റെ അസാന്നിധ്യത്തിലും രാജ്യത്തിന്റെ സായുധ സേനയും ഭരണ സംവിധാനവും ഒരുപോലെ സുശക്തമാണെന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം ലോകത്തിന് നൽകുന്നത്. അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ കൂടുതൽ കൃത്യതയോടെയും ബുദ്ധിപരമായ കരുനീക്കങ്ങളോടെയും ഇറാനെ നയിക്കുവാൻ ഖമേനിക്ക് സാധിക്കുന്നുവെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. സാധാരണയായി ഈ ഒരു വാർഷിക കൂടിക്കാഴ്ചയിൽ ഖമേനി പങ്കെടുത്ത സൈനിക ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യവും പ്രചോദന പ്രസംഗവും നൽകുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ആത്മവിശ്വാസമുയർത്തുന്നതും പുറം ലോകത്തിന് ഒരു ശക്തി പ്രദർശിപ്പിക്കുന്നതുമായ നടപടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ അഭാവം ഇറാന്റെ നേതൃത്വത്തിന് മുൻഗണനകൾ മാറിയെന്ന സൂചന വിലയിരുത്തപ്പെടുന്നു. ഖമേനിയുടെ അഭാവത്തെക്കുറിച്ച് ഔദ്യോഗികമായി വ്യക്തമായ വിശദീകരണം ഇറാൻ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഇതിന് പിന്നിൽ ഒന്നിലധികം സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.
ആദ്യത്തേത് സുരക്ഷാ കാരണങ്ങളാണ്. ഇറാൻ അമേരിക്ക സംഘർഷം ഉയർന്നതിനിടയിൽ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ സാധ്യതകൾ വർദ്ധിക്കുമെന്ന ആശങ്ക ഇറാനിൽ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാന്റെ മുൻ പ്രമുഖ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയുടെ വധത്തിന് ശേഷം അമേരിക്കൻ നടപടിയെക്കുറിച്ച് ഇറാൻ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഖമേനി നേരിട്ട് വലിയ സൈനിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന വിലയിരുത്തൽ ഉണ്ടാകാമെന്ന് നിരീക്ഷകർ പറയുന്നു. അതേസമയം ഇതൊരു പ്രതീകാത്മക രാഷ്ട്രീയ സന്ദേശമായി കരുതപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇറാൻ തന്റെ നീക്കങ്ങൾ കൂടുതൽ കണക്കുകൂട്ടലുകളോടെ നടത്തുകയാണ് എന്ന സന്ദേശം നൽകുവാൻ ഇത്തരമൊരു ചടങ്ങ് ഒഴിവാക്കൽ ഒരു തന്ത്രമായി ഉപയോഗിച്ചിരിക്കാമെന്നാണ് ചില വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാന്റെ നേതൃത്വത്തിന് ഇപ്പോൾ ശക്തി പ്രകടനങ്ങളേക്കാൾ തന്ത്രപരമായ ജാഗ്രതയാണ് മുൻഗണന എന്ന നിലപാടിലേക്കാണ് ഈ നടപടി സൂചന നൽകുന്നത്. അത്തരത്തിൽ ഒരു ഡെപ്യൂട്ടി അയച്ചത് ഭരണഘടനാപരമായ സംവിധാനങ്ങൾ സ്ഥിരതയുള്ളതാണെന്നും ഖമേനി ഇല്ലാതെയും ഭരണ സംവിധാനം നിയന്ത്രണത്തിൽ തുടരുന്നുവെന്നും കാണിക്കുവാനുള്ള ഒരു ശ്രമമായിരിക്കാം. ഖമേനി നേരിട്ട് പങ്കെടുക്കാത്തതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടുന്നത് അദ്ദേഹം ഇറാന്റെ പരമാധികാര നേതാവായി രാജ്യത്തെ നിഴൽ യുദ്ധങ്ങളിലൂടെയും പ്രാദേശിക സംഘർഷങ്ങളിലൂടെയും നയിച്ച പശ്ചാത്തലത്തിലാണ്. ഇറാൻ പിന്തുണയ്ക്കുന്ന വിവിധ പ്രാദേശിക ഗ്രൂപ്പുകൾ, ഗൾഫ് മേഖലയിൽ നടന്ന ആക്രമണങ്ങൾ, ഇസ്രയേലുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ, യമൻ, ഇറാഖ്, സിറിയ തുടങ്ങിയ ഇടങ്ങളിലെ രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവയെല്ലാം ഖമേനിയുടെ ഭരണകാലത്ത് ഇറാനെ ഒരു ശക്തമായ പ്രാദേശിക കളിക്കാരനായി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പലപ്പോഴും സൈനിക രാഷ്ട്രീയ തീരുമാനങ്ങളുടെ അവസാന വാക്കെന്ന പ്രതീകമായി ലോകം കണക്കാക്കാറുണ്ട്. അമേരിക്കൻ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടയിൽ ഖമേനി പലവട്ടം മുന്നറിയിപ്പ് നൽകി. അമേരിക്ക ഒരു യുദ്ധം ആരംഭിച്ചാൽ അത് മിഡിൽ ഈസ്റ്റിലുടനീളം വ്യാപിപ്പിക്കുകയും നിയന്ത്രിക്കാൻ കഴിയാത്ത വലിയ സംഘർഷമായി മാറുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഇറാന്റെ ഈ നിലപാട് വെറുമൊരു ഭീഷണി മാത്രമല്ല, മറിച്ച് പ്രാദേശിക സഖ്യങ്ങളിലൂടെ പ്രതികരിക്കുവാനുള്ള കഴിവ് ഇറാനിനുണ്ട് എന്ന മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ നേരിട്ട് ഏറ്റുമുട്ടൽ ഒഴിവാക്കിയാലും അതിന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ മുഖേന പ്രതികാരം നടത്താൻ സാധ്യതയുണ്ടെന്നതും അമേരിക്കൻ തന്ത്രപരമായ ആശങ്കകളിലൊന്നാണ്. ഇതിനിടെ നയതന്ത്ര തലത്തിലും പുതിയ നീക്കങ്ങൾ നടക്കുകയാണ്. ഇറാൻ ഒമാനിൽ അമേരിക്കയുമായി ആണവ ചർച്ചകൾ നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളും മിസൈൽ പദ്ധതിയും അതുപോലെ പ്രാദേശിക ഇടപെടലുകളും സംബന്ധിച്ചുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇറാനിയൻ നയതന്ത്രജ്ഞർ ഈ ചർച്ചകളെ നല്ല തുടക്കമെന്ന് വിശേഷിപ്പിച്ചതായും ശ്രദ്ധേയമാണ്. ഇത് ഇറാൻ ഇപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്ന സൂചനയായിരിക്കുമ്പോഴും അതേസമയം ഈ ആണവ സമ്പുഷ്ടീകരണം തുടരുമെന്നും അതിനെ തടയുവാൻ ആർക്കും കഴിയില്ല എന്നും ഇറാൻ ആവർത്തിച്ചു വ്യക്തമാക്കിയതിലൂടെ അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുവാൻ തയ്യാറല്ല എന്ന നിലപാടാണ് പ്രകടമാകുന്നത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ ഘടനയിൽ നടക്കുന്ന ചർച്ചകളും ഈ സംഭവവുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. അമേരിക്കൻ സമ്മർദ്ദത്തെ എങ്ങനെ നേരിടണം എന്ന വിഷയത്തിൽ ഇറാനിലെ രാഷ്ട്രീയ സൈനിക വിഭാഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു വിഭാഗം ശക്തമായ പ്രതിരോധം മുന്നോട്ട് വയ്ക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം നയതന്ത്ര സാധ്യതകൾ തുറന്നു വയ്ക്കേണ്ടതുണ്ടെന്ന നിലപാടിലേക്കാണ് പോകുന്നത്. ഖമേനി ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയും അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പങ്കെടുക്കുകയും ചെയ്തത് ഈ ആഭ്യന്തര തീരുമാന പ്രക്രിയയിൽ ഒരു തന്ത്രപരമായ സൂക്ഷ്മ പുലർത്തുന്നു എന്ന സൂചനയായി കണക്കാക്കപ്പെടുകയാണ്. ഖമേനി ഒഴിവാക്കിയ ഈ വാർഷിക കൂടിക്കാഴ്ച ഇറാന്റെ സൈനിക സംവിധാനത്തിന് വെറും ചടങ്ങല്ല, മറിച്ചത് ഭരണകൂടത്തിന്റെ ശക്തിയും സൈനിക വിശ്വസ്തതയും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നാടകമാണ്. അതിനാൽ തന്നെ ഈ ചടങ്ങിൽ ഖമേനിയുടെ അസാന്നിധ്യം ഭാവിയിൽ ഇറാൻ സ്വീകരിക്കുവാനിരിക്കുന്ന സമീപനങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം വർദ്ധിപ്പിക്കും. ചില നിരീക്ഷകർ ഇത് ആരോഗ്യ പ്രശ്നങ്ങളായി ബന്ധിപ്പിച്ചാലും അതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്തതിനാൽ ഈ സംശയം നിലനിൽക്കുകയാണ്. ആകെ കണക്കിലെടുക്കുമ്പോൾ ഫെബ്രുവരി 8 ഈ അപൂർവ സംഭവത്തെ ഒരു ചെറിയ വാർത്തയെ മാത്രം കാണാനാകില്ല. ഇത് ഇറാന്റെ നേതൃത്വത്തിലെ സുരക്ഷാ ആശങ്കകൾ, അമേരിക്ക ഇറാൻ ബന്ധത്തിലെ പുതിയ തന്ത്രങ്ങൾ, ആണവ ചർച്ചകളിലെ അനിശ്ചിതത്വം, ആഭ്യന്തര ശക്തി കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചലനങ്ങൾ തുടങ്ങിയവയുടെ ഒരു പ്രതീകാത്മക സൂചനയായി മാറുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിൽ ഖമേനിയുടെ ഒരു ചടങ്ങ് ഒഴിവാക്കൽ പോലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ അർത്ഥങ്ങളാണ് സൃഷ്ടിക്കുന്നത്.